ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ജയമോഹൻ മകളെ വിളിക്കാനായിട്ട് ഹേമയെ പറഞ്ഞയച്ച് വിടുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ജയമോഹൻ ഒന്ന് ആലോചിച്ച് നോക്കുന്നുണ്ട്. തൻ്റെ മകളോട് അവരല്ലേ തെറ്റ് ചെയ്തത്, അല്ലാതെ എൻ്റെ മകൾ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, അവളുടെ എല്ലാവരുടെ മുന്നിൽ വെച്ചും അപമാനിക്കാൻ പാടില്ലായിരുന്നു എന്ന രീതിയിലൊക്കെ അങ്ങനെ മാനസ വരുമ്പോൾ, സോറി മോളെ, നിനക്ക് ഞാൻ അച്ഛൻ്റെ അമ്മേൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ഞങ്ങളോട് നീ ക്ഷമിക്കുകയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പം നിന്നെ അവർ ചതിക്കുകയാണെന്നുള്ളത് അച്ഛന് ബോധ്യമായി. അമ്മയും അച്ഛനും സംസാരിച്ചപ്പോഴാണ് അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായി മനസ്സിലായത്. ഇത് കേൾക്കുന്ന മാനസയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി. തൻ്റെ റൂട്ടിലൂടെ തന്നെ അച്ഛൻ വരുന്നുണ്ട്. ഇനി കുറച്ച് അഭിനയിക്കാം എന്ന മട്ടിൽ തന്നെ കരഞ്ഞുകൊണ്ട് അച്ഛനോട് ചേർത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സോറി മോളെ, പോട്ടെ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. പിന്നീട് കൃഷിനെ തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. കൃഷാണെങ്കിലോ ആ സർപ്രൈസ് എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് സുജുവിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. സുജു, അമ്മേ എത്രയും പെട്ടെന്ന് പറ, എന്താ സർപ്രൈസ് എന്ന് പറയുന്നു. കൃപ തന്നെ പറയും, സർപ്രൈസൊക്കെ പറയാം, പക്ഷേ അതിനൊക്കെ പൈസ വേണമെന്ന് പറയുന്നു. എന്നാൽ ഇതാ ഒരു 1000 രൂപയുണ്ടെന്ന് പറയുന്നു. 1000 രൂപയോ? 1000 രൂപ തന്നെ വലിയൊരു സർപ്രൈസ് ആയിപ്പോയി, ഇതിനൊന്നും ഞാനൊന്നും പറയില്ല, അമ്മയൊന്ന് പറയെന്ന് പറയുന്നു. അങ്ങനെ എന്നാൽ അമ്മ തന്നെ പറയട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുജു പറയുന്നുണ്ട്, മോനെ, ഞാൻ കൺമണിയോട് ചെയ്തത് തെറ്റായിപ്പോയി, അവളെ ഞാൻ ഒരുപാട് ശാസിക്കുകയും ഇവിടുന്ന് ഇറക്കി വിടുകയൊക്കെ ചെയ്തതല്ലേ, ആ മാനസെ വിശ്വസിച്ചു പോയി, നീ എന്നോട് ക്ഷമിക്കണം, അവളോട് ക്ഷമ പറയണം, അവളെ എൻ്റെ മരുമകളായിട്ട് കൂട്ടിക്കൊണ്ട് വരണം, ഇതിൽ കൂടുതൽ എന്താണ് എനിക്ക് വേണ്ടത്, അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ട് നമുക്കിവിടെ ഒരു പാർട്ടി നടത്തണം എന്നൊക്കെ പറയുന്നു കേട്ടോ. ആ സമയത്ത് കൃഷ്ണന് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ സുജുവിനെ പോയി കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ അവിടേക്ക് ആൻറ്റിയമ്മ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാവരും ഒന്നായി, അച്ഛനോ മക്കളൊക്കെ, ഞാൻ മാത്രം പുറത്തായി പോയല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആൻറ്റിയമ്മ പുറത്താവുമോ, ഞങ്ങളുണ്ടാകുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ആൻറ്റിയമ്മ ഉണ്ടാവില്ലേ എന്ന് പറയുന്നുണ്ട്. ഈ കള്ളനാടകത്തിനൊന്നും നിൽക്കാനൊന്നും എനിക്ക് പറ്റില്ല, നിങ്ങൾക്ക് അറിയുന്നതല്ലേ, മാനസിയോട് നമ്മൾ ചെയ്തത് തെറ്റായിപ്പോയില്ലേ, 200 കോടി രൂപ ആ ഒരു ജയമോഹൻ നമ്മുടെ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതൊക്കെ മറന്നോ, പെട്ടെന്ന് തന്നെ തിരിച്ചു ചോദിച്ചാൽ എന്ത് ചെയ്യും നമ്മളെന്ന് പറയുന്നു. അത് ഞാൻ കൊടുക്കും ചേച്ചിയമ്മ എന്ന രീതിയിലൊക്കെ കൃഷി പറയുന്നുണ്ട്. നീ കൊടുത്ത് തന്നെ അതിനുള്ള മാർഗ്ഗങ്ങളൊക്കെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. അല്ലാതെ ഇതൊക്കെ ആലോചിച്ചിട്ട് വേണമല്ലോ ഒരു തീരുമാനം പറയാൻ, എന്ത് പറഞ്ഞാലും ഇതൊക്കെ ചെയ്തത് തെറ്റായിപ്പോയി, അവൾക്ക് ആഗ്രഹം കൊടുത്തിട്ടിപ്പോൾ ഇതൊന്നും നടക്കാൻ പറ്റാത്തതായപ്പോൾ അവൾക്ക് വിഷമായില്ലേ, എന്തായാലും നീ ചെയ്ത് തെറ്റായിപ്പോയെന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ കൃഷി പറയുന്നുണ്ട്, ആൻറ്റിയമ്മ ഇനി ഒരു അക്ഷരം വേണ്ടിയാൽ ഞാൻ ആൻറ്റിയമ്മയോട് നേരെ തിരിഞ്ഞ് സംസാരിക്കും എന്ന് പറയുന്നുണ്ട്. അനിയൻകുട്ടാ, ഇങ്ങനെയാണെങ്കിൽ ഞാൻ തറവാട്ടിലേക്ക് തിരിച്ചു പോകും, ചേച്ചിയും എങ്ങോട്ടും പോകണ്ട, ഇവിടെ തന്നെ നിന്നോ എന്ന് പറയുന്നു കേട്ടോ. നിങ്ങളുടെ നാടകങ്ങളൊക്കെ കണ്ട് തന്നെ അറിയാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് പോകുന്നു. അങ്ങനെ സുജുവും അതുപോലെ തന്നെ കൃപയും കൂടി സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഏട്ടൻ്റെ സന്തോഷമൊക്കെ നശിപ്പിച്ചല്ലോ, അതൊക്കെ പോട്ടെ, എന്തായാലും നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുമെന്നും സുജു സന്തോഷത്തോടുകൂടി പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ ഈ വിവരം അങ്ങനെ മാനസയ്ക്ക് ജയമോഹൻ ഒരു വാക്ക് കൊടുക്കുകയാണ്, എന്തായാലും അലികയെ തകർക്കണം നമുക്ക്, കാരണം ഞാൻ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള 200 കോടി രൂപ തിരിച്ചു ചോദിക്കണം, അതോടുകൂടി തന്നെ കമ്പനി പൊളിയും എന്ന് പറയുന്നുണ്ട്. അച്ഛൻ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, എനിക്കൊരു കാര്യം ചെയ്തു തന്നാൽ മതി, ഞാൻ ആ കമ്പനിയിലെ MD ആവണമെന്നല്ലേ ആഗ്രഹിച്ചത്, കൃഷിനുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞാൽ, അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥാനമാണ് എനിക്കിനി വേണ്ടത്, അതുകൊണ്ട് അച്ഛൻ 200 കോടി രൂപ തരാൻ അവർക്ക് പറ്റുന്നില്ല എങ്കിൽ ആ MDയുടെ സ്ഥാനത്ത് എന്നെ ആക്കണമെന്ന് പറഞ്ഞാൽ മതി, അപ്പോഴത്തേനും ഞാൻ അവിടെ ജയിച്ചു കഴിഞ്ഞു, കൃഷും കൺമണിയും എല്ലാം എൻ്റെ കാഴ്ചവെട്ടിൽ വന്നു എന്ന് പറയും. അത് ശരിയാണല്ലോ മോളെ, എന്നാൽ അച്ഛൻ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വാക്ക് കൊടുക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന മാനസയ്ക്ക് അതിലുപരി സന്തോഷമാവുന്നുണ്ട്, പ്രതികാരം തീർക്കാൻ പറ്റിയ സമയം. അങ്ങനെ വരുണിൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. വരുണിനെ ഒരു സന്തോഷ വാർത്ത ഉണ്ടെന്ന് പറഞ്ഞിട്ട് വരുണിനെ ഇട്ട് കറക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ എത്താൻ പോകുന്നു. അച്ഛനും അമ്മയും എന്നെ വിശ്വസിച്ചു, 200 കോടി രൂപ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ അച്ഛൻ, അത് തിരിച്ചെടുത്ത് തരാൻ പറയും, ഇല്ലെങ്കിൽ MDയുടെ സ്ഥാനത്ത് എന്നെ ആക്കാൻ പറയും, അപ്പോഴത്തേനും മനസ്സിലായല്ലോ എല്ലാവരും എൻ്റെ കാൽച്ചുവട്ടിലാവുമെന്ന് പറയുന്നു. അയ്യോ, ഇത്രയും വലിയ പണച്ചാക്കാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന രീതിയിൽ കേട്ടോ പറയുന്നത്. 200 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര കോടി ആസ്തി ഉണ്ടാവും അവൾക്ക്, മാത്രമല്ല ഒറ്റ മകളും എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. എന്നെ അനുസരിച്ച് നിന്ന അരുണിനും നേട്ടങ്ങളുണ്ടാവും, നാളെ രാവിലെ തന്നെ ഇവിടുന്ന് സ്ഥലം കാലിയാക്കിക്കോളാൻ പറയുന്നുണ്ട് കേട്ടോ.
ഓ ഞാൻ ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ അവരോട് ചിന്തിക്കാട്ടോ, ഇവളെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും കോടികൾ എനിക്ക് കിട്ടും, പിന്നെ ഒറ്റ മകളല്ലേ ഉള്ളൂ, കൺമണി അവളോട് പോകാൻ പറ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇനി മാനസിയെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്നും അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെയും കൃഷ്ണൻ തന്നെ കാണിക്കുന്നത് അങ്ങനെ 200 കോടി രൂപ എങ്ങനെ ഉണ്ടാക്കുന്നുള്ള ടെൻഷനിലാണ്. ആ സമയത്ത് കൺമണി വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. പിന്നെയും വിളിക്കുമ്പോഴത്തേനും ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് കട്ട് ചെയ്യുന്നു. അതിനുശേഷം തന്നെ ഗൂഗിൾ പറയുന്നുണ്ട് എന്ത് പറ്റിയപ്പോൾ ചോദിക്കുമ്പോഴത്തേനും എന്താണെന്ന് അറിയില്ലടാ, സാറ് ഫോൺ കട്ട് ചെയ്തു, എന്തെങ്കിലും ആവശ്യം ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് കൃപ വരുന്നുണ്ട് കേട്ടോ കൃഷിൻ്റെ അടുത്തേക്ക്. എന്ത് പറ്റിയേട്ടാ ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത്? അല്ല, 200 കോടി രൂപ ജയമോഹൻ അങ്കിളിനോട് സംസാരിക്കണം, കുറച്ച് അവധികൾ തരണം, അതായത് തിരിച്ചു കൊടുക്കാൻ. ഏട്ടൻ അതിനെക്കുറിച്ച് എന്തിനാ ഇങ്ങനെ ടെൻഷനാവുന്നത്? ഇഷ്ടംപോലെ ആളുകൾ നമ്മുടെ കമ്പനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്, അവരുടെ ഒരു വാക്ക് പറഞ്ഞാൽ പൈസ നമുക്ക് കിട്ടില്ലേ? മാത്രമല്ല ഇപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു ഡിസൈൻ വരച്ചു കൊടുത്തില്ലേ നമ്മൾ, അപ്പോഴത്തേനും അതിന് പ്രതിഫലമായിട്ട് നമുക്ക് ക്യാഷ് കിട്ടാണ്ടിരിക്കുമോ? എന്തിനാ ഏട്ടാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോഴാണ് സമാധാനമായത് എനിക്ക് പറയുന്നു. അതിനുശേഷം തന്നെ അയ്യോ ഞാൻ കൺമണിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കോൾ അറ്റൻഡ് ചെയ്തപ്പോഴത്തേനും ബിസിയാണെന്ന് പറഞ്ഞു, ഇനി അവളെ തിരിച്ചു വിളിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കൺമണിയെ വിളിക്കുന്നു. എന്ത് പറ്റി സാർ കട്ടാക്കി പോയല്ലോ ഫോണെന്ന് ചോദിക്കുമ്പോഴത്തേനും അത് ഒരുപാട് പ്രശ്നത്തിന് നടുക്കായിപ്പോയി, അതുകൊണ്ടാണ്, വേറൊന്നല്ല. എന്താ കൺമണി വിളിച്ചത്? എന്താ സാറ് സർപ്രൈസ് എന്ന് ചോദിക്കുന്നുണ്ട്. അതൊക്കെ എൻ്റെ അമ്മ നിനക്ക് വേണ്ടി തരുന്നത്, നീ അത് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ ബലരാമനെ തന്നെ കാണിക്കുന്നുണ്ടോ. ബലരാമനാണെങ്കിൽ ആ ടെൻഷനിൽ നിൽക്കുകയാണ്. ഭാഗ്യശ്രീ അങ്ങോട്ട് വരുന്നുണ്ട്. ഏട്ടൻ ഉറങ്ങിയില്ലെന്ന് ചോദിക്കുമ്പോഴത്തേനും എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല മോളെ എന്ന് പറയുന്നു. ഏട്ടൻ വിഷമിക്കേണ്ട ഏട്ടാ, ഇതിൻ്റെ പുറകിൽ ആരാണെന്ന് അറിയാനുള്ള വിഷമത്തിലല്ലേ ഏട്ടൻ. ഒരു പക്ഷേ സാഗർ കുടുംബത്തിൻ്റെ നേരെ കളിച്ചിട്ടുണ്ടെങ്കിൽ എന്ന വാക്കിൽ തന്നെ ഉണ്ടല്ലോ. ഏട്ടനെ കൊണ്ട് ആ കുടുംബം തെറ്റിക്കാനുള്ള പരിപാടിയാണ്. ഒരു പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും തന്നെ ആയിരിക്കും അതിന് ഉത്തരവാദികൾ. എന്തൊക്കെയാണ് മോളെ പറയുന്നത്? ആദ്യം അവിടെ നിന്ന് സംശയിച്ച് തുടങ്ങണം നമ്മൾ, എന്നാലേ അതിന് ഉത്തരം കിട്ടുകയുള്ളൂ. അല്ലാതെ സാഗർ സാറിനല്ല സംശയിക്കേണ്ടതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ബലരാമനും കുറച്ച് സംശയങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് കഴിയുന്നത്.